കേട്ടോ. കോമഡി വർക്കായിട്ടുണ്ട്. നമുക്ക് ചിരിക്കാനുണ്ട് പടം. മോശമൊന്നുമല്ല. ഏകദേശം ഇടയ്ക്കിടയ്ക്ക് തിയേറ്റർ നല്ല ചിരിയായിരുന്നു. എല്ലാവരും നല്ല പെർഫോമൻസും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. മേക്കിംഗ് നല്ല. ഞാൻ പറഞ്ഞു ജഗദീഷിന്റെയും സുധീഷിന്റെ ഒക്കെ റോൾ അടിപൊളിയായിട്ട്. സുധീഷ് ഉഗ്രനായിട്ടുണ്ട്. നല്ല പടം. കുഴപ്പമില്ല. രാജ്മാധവൻ മെയിൻ റോള് രാജ്മാധവനാണ്, അത് പറഞ്ഞില്ല. ജഗദീഷ് ഉഗ്രൻ നന്നായിട്ടുണ്ട് പടം. ഒരു മോശമൊന്നും പറയില്ല കേട്ടോ. നല്ല സിനിമ നല്ലതാണ്. കുറച്ചുകൂടെ ശബ്ദത്തിൽ പ്രേക്ഷകരുടെ കൂടെ സിനിമ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ധർമ്മത്തിൽ പൊതിഞ്ഞ ഒരു വേറിട്ടൊരു ചിത്രം. കുറെ ധീരന്മാരുടെ നല്ല ഫിലിമാണ് കേട്ടോ. എല്ലാവരും കണ്ടിരിക്കാൻ പറ്റും. എല്ലാ ടൈപ്പ് ആൾക്കാർ ഇഷ്ടമായി. കോമഡി ഉണ്ട്. കോമഡി ആണല്ലോ മെയിൻ. എല്ലാം നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടു. എന്റർടൈനിങ്, വെരി എന്റർടൈനിങ്. I mean, not so bad. Very good. Always laughing. Always laughing. And the sound is very good. Sound. It was light-hearted, a feel-good movie. Lot of പഴയ കുറെ നടന്മാർ ഒരുമിച്ച് വന്നിട്ട് it's really nice to watch all of them on the screen. Comedy ആണ്, yes. നമ്മളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. It's really nice. Must watch. അടിപൊളിയായിട്ടുണ്ട്. Really good. സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ദേവദത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. സ്ക്രിപ്റ്റ് ആയാലും വിനീത്, അതുപോലെ അശോകൻ, ജഗദീഷ് ഏട്ടൻ, മനോജ് കെ ജയൻ, അവരുടെ ആ പഴയകാല നായകന്മാര് ഈ പ്രായത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഗംഭീര സിനിമയായിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രാജേഷ് മാധവൻ അത് ഗംഭീരമായിട്ടുണ്ട്. അയാൾ ആദ്യമേ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു പോകുന്ന ആളാണല്ലോ. ആ രീതിയിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫിലിമാണ്. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ്. കോമഡി ഒക്കെ ഭയങ്കര. എല്ലാവരും പഴയ ആക്ടേഴ്സ് ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. സുധീഷ് ചേട്ടൻ അടിപൊളി, അഭിരാം അടിപൊളിയാണ്. എല്ലാവരും അടിപൊളി. മനോജ് ചേട്ടൻ എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. യെസ്, ഫാമിലി എന്റർടൈൻമെന്റ് തന്നെയാണ്. എല്ലാവർക്കും ഒരു നോക്കാൻ ടിക്കറ്റ് എടുക്കാം. എല്ലാവർക്കും അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇതില് രാജേഷേട്ടന്റെ സിസ്റ്റർ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ അഭിനയിക്കുമ്പോൾ എന്റെ പോർഷന്റെ കഥ മാത്രമേ അറിയുള്ളൂ. ബാക്കി കഥയൊന്നും ചോദിച്ചിട്ടുമില്ല. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. എല്ലാം വർക്കട്ടെ. അടിപൊളിയായിരുന്നു. സുധീഷ് ചേട്ടൻ, വിനീത് ഏട്ടൻ, അശോകൻ ചേട്ടൻ എല്ലാവരും അടിപൊളിയായിരുന്നു. പ്രേക്ഷകർ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് തന്നെ ധീരനെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. അത്രയും പറയാനില്ല. ഇമോഷണലി ഒരുപാട് സങ്കടവും സന്തോഷവും ഒക്കെ വന്നിട്ടുള്ളൊരു മൊമെന്റ് ആണ്. തിയേറ്ററിൽ പോയി കാണാം. എല്ലാവരും പോയി തിയേറ്ററിൽ വേഗം പോയി കാണണം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. നല്ലൊരു ടീമായിരുന്നു. നല്ല ക്യാരക്ടറാണ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത്. അപ്പം എല്ലാ രീതിയിലും വളരെയധികം ഹാപ്പിയാണ്. അതെ അതെ നമുക്കുണ്ടാകുന്ന മൈൽ സ്റ്റോൺസ് നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യണല്ലോ. അങ്ങനെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഇതിന്റെ ഓരോ ഫേസും ഞാൻ എൻജോയ് ചെയ്യും. ഇപ്പൊ അഭിനയിക്കുമ്പോൾ അത് എൻജോയ് ചെയ്യുന്നു. നമ്മൾ പടം ഇറങ്ങാൻ പോകുമ്പോൾ നമുക്കൊരു ആന്റിസിപ്പേഷൻ ഉണ്ടല്ലോ, പടം ഇറങ്ങാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ്, അത് ഞാൻ എൻജോയ് ചെയ്യുന്നു. ഇനി എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നു. അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും ഒന്നിനൊന്നിന് മെച്ചം എന്ന് പറയാലോ. ഭയങ്കര എന്താ പറയാ, നിങ്ങളാണ് കണ്ടിട്ട് അഭിപ്രായം പറയണ്ടേ. എല്ലാരും വേഗം തന്നെ പോയി തിയേറ്ററിൽ പോയി കാണും. ഇതൊരു എന്റർടൈനർ ആണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അതുകൊണ്ട് വേഗം സമയം കളയാതെ പടം പോയി കാണും.